ഞാനും ഷാനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ 3 വർഷത്തിനിടയിൽ ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും മോളും കുറച്ച് ഒന്ന് ഡൗൺ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഇവൻ്റെ ഒരു പ്രസൻസ് ഭയങ്കര ആ ഒരു ഫീലിങ്സിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് മോൾക്ക് ശരിക്കും മേടിച്ചു കൊടുത്തതാണ്. അവൾ ഭയങ്കര ഡൗൺ ആയി പോയ സമയത്ത് സമയത്ത് വന്നു. ഇപ്പം ഷാൻജിയോന്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിരുന്ന ഒരു മൊമെന്റിൽ രണ്ടുപേരും വിവാഹിതരായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഷാൻജിയോ അതെ ആ ഒരു സെപ്പറേഷനിലേക്ക്. അത് കൂടുതൽ പറയണ്ട, വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നിന്ന് ഞാനൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പം സെപ്പറേറ്റഡ് ആയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾക്ക്. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് തുടക്കത്തിലെ തന്നെ രണ്ടുപേരും മാറുന്നതാണ് നല്ലത്. എനിക്കൊന്ന് ഇവിടെ ഞാൻ കുറച്ചധികം അതേ ഫോട്ടോസ് കാണുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ, ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട് ചേച്ചി. അപ്പോൾ ഇത് ഇവിടെ മോളാണല്ലേ, അപ്പോൾ മോളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് വെക്കാനുള്ള ഒരു റീസൺ ഇങ്ങനെ വേറെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും മാറ്റിക്കാലും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇപ്പൊ 2 എണ്ണം അങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ അത് അവള് ചെയ്യുന്നതാ, മോള് തന്നെ പെയിന്റ് ചെയ്യും ഒക്കെ ചെയ്യും. പെയിന്റ് ചെയ്യുന്ന മാത്രമല്ല, അവള് ഡ്രസ്സിന്റെ ഡിസൈൻസും അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അവൾക്ക് ഫാഷൻ ഡിസൈനർ ആവണം എന്നാണ് ആഗ്രഹം. അതും എഴുതിയിരിക്കുന്നതും ഞാൻ വായിക്കാം, ഹോം ഇസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ്. അന്ന് തന്നെയാണ് അവൾ എഴുതിയിരിക്കുന്നത്, കാരണം വീടിനെ പറ്റി തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് കുറെ വർഷം മുമ്പ് എടുത്ത. എനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് നന്നായിട്ട് വണ്ണം കുറച്ചു. ആ ഒരു ടൈമിൽ എടുത്ത ഒരു മോട്ടിവേഷന് വേണ്ടി വണ്ണം കുറഞ്ഞിരുന്നത്. ഇപ്പോഴും വളരെ സുന്ദരിയാണ്, വണ്ണം കുറഞ്ഞ സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 5 വർഷം കാണിച്ചത് എനിക്ക് തന്നെ അറിയാം, എനിക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാണ്. എന്നെ കുറിച്ച് സിനിമയിൽ പറയുന്നത് അതെ, അതല്ല 5 വർഷം മുന്നേ ആണെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ 5 വർഷം മുന്നെയോ എന്ന് നോക്കിയതെന്ന്. എനിക്ക് പ്രായം അതെ, റിവേഴ്സ് ഗിയറിലാണ് ഇവിടെ പ്രായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻറ്റേച്ചി ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഒച്ചയൊക്കെ വെച്ചാണോ വീട്ടിൽ എപ്പോഴും, അതോ സൈലന്റ് ആണോ? ഞാൻ എൻ്റെ റൂമിൽ വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ആളാണെന്ന്. ഈ സൈഡിലേക്ക് ഞാൻ വരികയാണ്. ഈ സൈഡിൽ ഭയങ്കര ഒരു പീസായിട്ടുള്ളൊരു സംഭവമാണ്, കാരണം ഒരു ബുദ്ധനുണ്ട്. ബുദ്ധിസ്റ്റ് ആണെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കുമ്പോൾ എന്നൊക്കെ ഭയങ്കര. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ താഴേന്ന് വെച്ച സാധനമായിരുന്നു, പക്ഷേ ഇപ്പം അവനുള്ള പപ്പിക്കുട്ടി ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ കടിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് അവൻ ഇവിടം വരെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ പപ്പീന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ ആയിരുന്നു അവന്റെ. അപ്പൊ അതിന് ആ കേക്കിൽ കിട്ടിയ സംഭവം അവിടെ ഞാൻ അങ്ങനെ അവിടെ എടുത്ത് അവന്റെ പേര് ഇവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് വന്ന ഫോട്ടോ ഒക്കെയാണ് ഇവിടെ തന്നെ വെച്ചു.